സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം തലസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, തലസ്ഥാനത്ത് മഴ തുടരുകയാണ്. 3 ജില്ലകളിലെ റെഡ് അലേർട്ട് തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? നിഖില, ഇന്നലെ വൈകുന്നേരം വന്ന അതേ മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും സംസ്ഥാന വ്യാപകമായി നിലനിൽക്കുന്നത്. 3 ജില്ലകൾക്കുള്ള റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഏറ്റവും ഒടുവിൽ 10 മണിയോടുകൂടി വന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒടുവിലത്തെ ബുള്ളറ്റിലും ആ മുന്നറിയിപ്പ് തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഉള്ളത്. 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് തുടരുന്നത്. ഒപ്പം തന്നെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. നിലവിൽ വന്നിട്ടുള്ള മുന്നറിയിപ്പ് പ്രകാരം 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 23-ാം തീയതി വരെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ വ്യാപകമായി ലഭിക്കും. നാളെയും മറ്റന്നാളും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഉള്ളത്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ നാളെയും റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ശക്തമായ കാറ്റിനോടൊപ്പം ശക്തമായ ഇടിമിന്നൽ സാധ്യത കൂടി ഈ മഴയിൽ ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. തമിഴ്നാടിനും ഒപ്പം തന്നെ തെക്കൻ തമിഴ്നാടിനും മുകളിലുള്ള ചക്രവാത ചുഴി അത് അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ നാളെയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ പോവുകയാണ്. ഇതും ഒരു പക്ഷേ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ കേരള തീരത്തും ഒപ്പം തന്നെ കേരളത്തിലും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടി കണക്കാക്കുന്നുണ്ട്. കാലവർഷം 31 എത്തുമെന്നുള്ളതാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിന് സമീപത്തും ഒക്കെ തന്നെ കാലവർഷം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കാലവർഷത്തിന്റെ ഗതി മാറാനുള്ള സാഹചര്യം കൂടിയുണ്ട്. മഴയെ ഒരുപക്ഷെ ഈ കാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതകളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയാണ്. എന്തായാലും ജൂൺ 31-ന് മെയ് 31-ന് 3-4 ദിവസം ഇങ്ങോട്ടോ അങ്ങോട്ടോ കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളത്. അതിന്റെ മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാർ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യത്തോടു കൂടിയും അടിയന്തര സാഹചര്യങ്ങൾ നേരിടേണ്ട ജില്ലകൾ, അത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനാണെങ്കിലും മറ്റ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുമുള്ള ജില്ലകൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നുള്ളതാണ്. കൂറ്റൻ വെള്ളക്കെട്ടുകളും ഒപ്പം തന്നെ ഈ അപകടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളടക്കം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ഭരണകൂടങ്ങൾക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കേന്ദ്രസേനയോ അല്ലെങ്കിൽ NDRF സംഘമോ വേണമെങ്കിൽ അതിനും തയ്യാറായി അത്തരത്തിലുള്ള നടപടികളും തുടരുകയാണ്. എന്തായാലും വലിയൊരു മഴക്കാലമാണ് ഇനി മുന്നിൽ ഉള്ളത്. കാലവർഷം ശക്തി പ്രാപിക്കും എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന ആഴ്ചയിലൊക്കെ തന്നെ കാലവർഷം കേരളത്തിൽ അതിശക്തമായി പെയ്യും എന്നുള്ള സൂചനകൾ തന്നെയാണ്. സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടങ്ങൾ. എന്തായാലും സംസ്ഥാന വ്യാപകമായി ഇന്നും ഇടവിട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. എങ്കിൽ പോലും രാവിലെ ചെറിയ തോതിൽ പെയ്ത മഴ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. എങ്കിൽ പോലും മേഘാവൃതമാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതകൾ വരും മണിക്കൂറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തലസ്ഥാനത്തെ പല മേഖലകളും വീണ്ടും വെള്ളക്കെട്ടിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമാണ് കാണുന്നത്. എന്തായാലും അതീവ ജാഗ്രതയിലാണ് ജനം. ഒപ്പം തന്നെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ്, ഉയർന്ന തിരമാല തീരദേശ മേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് പൂർണ്ണമായും കേരള തീരത്ത് വിലക്ക് തുടരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. മലയോര മേഖലകളുടെ രാത്രി യാത്രയ്ക്കൊപ്പം തന്നെ പൊന്മുടി അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും യാത്രയ്ക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിഖില, സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മഴ മുന്നറിയിപ്പിൽ മാറ്റമില്ല. വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമാകും. 3 ജില്ലകളിലെ റെഡ് അലേർട്ട് തുടരും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനി.